ആരോഗ്യം അമൂല്യം. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത് കോഴിക്കോട് എയിംസ് ഹോമിയോപ്പതിക് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ സീനിയർ മെഡിക്കൽ ഓഫീസറും ഹോമിയോപ്പതി വകുപ്പ് റിട്ടയർഡ് DMOയുമായ ഡോക്ടർ ആനി TA. മനുഷ്യരിൽ മൂത്രവാഹിനി കുഴൽ ബാക്ടീരിയകളുടെ ഒരു കോമൺ സൈറ്റ് ആണ്. സ്ത്രീകളിൽ ഇത് കൂടുതലായി കാണുന്നു. സ്ത്രീകളിൽ പ്രത്യുൽപാദന കാലഘട്ടത്തിൽ 20% പേരിലും ഇത്തരം അണുബാധ കാണാറുണ്ട്. ഇതിന്റെ ഫലമായി വൃക്കകളിലും അനുബന്ധ നാളികളിലും നീർക്കെട്ട് ഉണ്ടാകുന്നു. അക്യൂട്ട് പൈലോനെഫ്രൈറ്റിസ് എന്നാണ് ഇതിനെ പറയുക. ഇത് ആവർത്തിച്ചു വരുമ്പോൾ ക്രോണിക് പൈലോനെഫ്രൈറ്റിസ് എന്ന് പറയുന്നു. ഇതിന്റെ ഫലമായി യൂറിനറി ട്രാക്കിൽ ഘടനാപരമായ മാറ്റങ്ങൾ വരുന്നു. മൂത്രാശയത്തിൽ അണുബാധ ഉണ്ടായാൽ അതിനെ സിസ്റ്റൈറ്റിസ് എന്ന് പറയുന്നു. 1,00,000 അഥവാ 10⁵ ബാക്ടീരിയ മൂത്രത്തിൽ കാണപ്പെട്ടാൽ അണുബാധയായി കണക്കാക്കപ്പെടുന്നു. ഇതിനെ സിഗ്നിഫിക്കന്റ് ബാക്ടീരിയൂറിയ എന്ന് പറയുന്നു. ചിലപ്പോൾ പുറമേക്ക് രോഗലക്ഷണം കാണാതെ തന്നെ ഈ അവസ്ഥ വരാം. ഇതിന്റെ ഫലമായി റിഫ്ലക്സ് നെഫ്രോപ്പതി എന്ന തകരാറ് വൃക്കകളിൽ വരുന്നു. 80-85% യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും കാരണം ഈഷ്രിഷ്യ കോളൈ എന്ന ബാക്ടീരിയയാണ്. കൂടാതെ പ്രോട്ടിയസ്, ക്ലെബ്സെല്ല, സ്ട്രെപ്റ്റോകോക്കസ് ഫെക്കാലിസ് എന്നിങ്ങനെയുള്ള ബാക്ടീരിയകൾ മൂലവും അണുബാധ ഉണ്ടാകാം. സെക്ഷൽ കോണ്ടാക്റ്റിൽ പങ്കാളിക്ക് അണുബാധയുണ്ടെങ്കിൽ അത് മറ്റേയാൾക്ക് പകരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ളവരെ ചികിത്സിക്കുമ്പോൾ രണ്ടുപേരും ചികിത്സയ്ക്ക് വിധേയരാകണം. എന്തൊക്കെയാണ് മൂത്രവാഹിനി കുഴലിലെ രോഗലക്ഷണങ്ങൾ? അണുബാധയുണ്ടായാലുള്ള രോഗലക്ഷണങ്ങൾ: അടിവയറ്റിൽ വേദന, ഇടയ്ക്കിടെ മൂത്രമൊഴിക്കണമെന്ന തോന്നൽ, മൂത്രമൊഴിക്കുമ്പോൾ മൂത്രനാളിയിൽ വേദന, മൂത്രത്തോടൊപ്പം രക്തം വരിക, വൃക്കയിലേക്ക് അണുബാധ പകർന്നിട്ടുണ്ടെങ്കിൽ നടുവേദന അഥവാ ലോയിൻ പെയിൻ, ഓക്കാനം, ഛർദി, പനി എന്നിവയെല്ലാം കാണാം. പിന്നീട് വേദന മൂത്രാശയം, ഗ്രോയിൻ, അടിവയർ എന്നിവിടങ്ങളിലേക്കെല്ലാം വ്യാപിക്കുന്നു. മൂത്രമൊഴിക്കുമ്പോഴും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും മൂത്രക്കുഴലിൽ വേദന അനുഭവപ്പെടുന്നു. മൂത്രത്തിന് ദുർഗന്ധം, കലക്കൽ, കൂടുതൽ മഞ്ഞനിറം എല്ലാം കാണപ്പെടുന്നു. എത്ര തവണ മൂത്രമൊഴിച്ചാലും പിന്നെയും ഉണ്ട് എന്ന തോന്നൽ വരുന്നു. രോഗിക്ക് ക്ഷീണം, പനി, സ്ത്രീകളിൽ വജൈനൽ ഇറിറ്റേഷൻ എന്നിവ കാണപ്പെടുന്നു. ബാക്ടീരിയൽ യൂറിത്രൈറ്റിസ് ആണ് ഗോണോകോക്കസ് ഇൻഫെക്ഷനിൽ കാണപ്പെടുന്നത്. പുരുഷന്മാരിൽ UTI ഉള്ളപ്പോൾ പെട്ടെന്നുള്ള പനി, ലോയിൻ ഭാഗത്ത് വേദന, ഇടയ്ക്കിടെ മൂത്രമൊഴിക്കണമെന്ന തോന്നൽ, ജോയിന്റ് പെയിൻ എന്നിവയെല്ലാം അനുഭവപ്പെടുന്നു. ആന്തരിക പരിശോധനയിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ടെൻഡറും വീർത്തിരിക്കുന്നതുമായി കാണപ്പെടുന്നു. അനുബന്ധമായി സിസ്റ്റൈറ്റിസും പ്രോസ്റ്റേറ്റൈറ്റിസും കാണപ്പെടുന്നു. ചികിത്സ ചിലപ്പോൾ 1 മാസം വരെ നീണ്ടു നിൽക്കുന്ന മരുന്നുകൾ കഴിക്കേണ്ടി വരും. സ്ത്രീകളിൽ ആന്തരിക ഘടനയുടെ പ്രത്യേകത കൊണ്ട് ഒരിക്കൽ അണുബാധ വന്നാൽ വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ്. വെള്ളം കുടിക്കുന്നത് കുറഞ്ഞാൽ മൂത്രം കട്ടിയാകുമ്പോൾ ബാക്ടീരിയ പെരുകി UTI ആയി മാറുന്നു. മാസമുറയോട് അനുബന്ധമായി യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അക്യൂട്ട് പൈലോനെഫ്രൈറ്റിസ്, ക്രോണിക് പൈലോനെഫ്രൈറ്റിസ് എന്നീ രോഗാവസ്ഥകളിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കാണപ്പെടുന്നു. സാധാരണഗതിയിൽ ഇത് മരുന്നുകൾ കൊണ്ട് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും. ചിലപ്പോൾ ആഴ്ചകളോളം മരുന്ന് കഴിക്കേണ്ടതായി വരാം. അപൂർവമായി കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. പ്രത്യേകിച്ചും പ്രമേഹ രോഗികളിൽ ഇത്തരം കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യത കൂടുതലാണ്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് എയിംസ് ഹോമിയോപ്പതിക് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ സീനിയർ മെഡിക്കൽ ഓഫീസറും ഹോമിയോപ്പതി വകുപ്പ് റിട്ടയർഡ് DMOയുമായ ഡോക്ടർ ആനി TA.